ആ കുട്ടി കടി വാങ്ങിക്കാൻ പോയതാ ചായക്ക്. പോയ കുട്ടി അടിയും കൊണ്ട് തല്ലി ചതച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ ആ പൈസയും കൊണ്ട് തിരിച്ചു വന്നിരിക്കുക വീട്ടിൽ. കോഴിക്കോട് താമരശ്ശേരിയിൽ ഈ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണത്തിന് കാരണക്കാരായവർ ഈ കഴിഞ്ഞ ദിവസം അവരുടെ SLC പരീക്ഷ ആദ്യ ദിവസം അവർ താമസിക്കുന്ന ജുവനൈൽ ഹോമിൽ തന്നെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ജുവനൈൽ ഹോമിന്റെ ഫ്രണ്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത്. ഈ പ്രതിഷേധ ദിനം, അതായത് അവരുടെ പരീക്ഷയുടെ ആദ്യ ദിനം തന്നെ ഒരു ടീച്ചർ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു. ഇന്നലെ ഇതേ ടീച്ചർ, ജയ എന്ന് പറയുന്ന ടീച്ചർ, ഒരു ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടീച്ചർ പറയുന്ന കാര്യത്തോട് 101% എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്. ടീച്ചർ എന്താണ് പറഞ്ഞത് എന്ന് ചിലപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇനിയും കാണാത്തവർക്ക് വേണ്ടിയും കണ്ടവർക്ക് വേണ്ടിയും ഞാൻ ആ ഒരു TV ചാനൽ വന്ന് സംസാരിച്ചതിലെ പ്രധാന കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട്, ഒന്ന് റിയാക്ട് ചെയ്യാൻ. അത് നിങ്ങളെ കാണിക്കാം. അതോടൊപ്പം തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. അത് ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഇന്നലെ ടീച്ചർ വന്നിരുന്ന് സംസാരിച്ച കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു തുടങ്ങാം. 6 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ഈശ്വര ചിന്തയോടുകൂടി വളർത്തണമെന്നാണ്. ഈശ്വര ചിന്തയോടുകൂടി 6 വയസ്സ് വരെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾ നന്നാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വടി അത്യാവശ്യത്തിന് എടുക്കണമെന്നേ പറഞ്ഞോളൂ, അല്ലാതെ തല്ലിക്കൊല്ലാൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ താമരശ്ശേരിയിലെ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം വളരെ ദുഃഖകരമാണ്. ആ കുട്ടി കടി വാങ്ങിക്കാൻ പോയതാ ചായക്ക്. പോയ കുട്ടി അടിയും കൊണ്ട് തല്ലി ചതച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ ആ പൈസയും കൊണ്ട് തിരിച്ചു വന്നിരിക്കുക വീട്ടിൽ. കൊണ്ടുവിട്ടവരാരും പറഞ്ഞില്ല ഈ കുട്ടി തല്ലി കൊന്നതാ, അങ്ങേ അറ്റം പറ്റിയ കുട്ടിയാന്ന് പറഞ്ഞില്ല. രാത്രിയിൽ അവരറിയുന്ന ഞൊരയും പൊതയും വായിക്കൂടെ വന്നപ്പോൾ ആ കുട്ടിയുടെ അനിയന്മാരെ നോക്കി നടക്കുന്ന നല്ലൊരു പൈതലായിരുന്നു അതെന്നാ നാട്ടുകാർ മുഴുവൻ പറഞ്ഞത്. നാട്ടുകാർ പറയുന്നതൊന്നും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ചെവിലോട്ട് കയറ്റേണ്ട കാര്യമില്ല ടീച്ചർ. നാട്ടുകാർ ഇവിടെ പലതും പറയുന്നുണ്ട്, എല്ലാം ഒന്നും സത്യമാവണമെന്നില്ല. പക്ഷെ ആ കുട്ടിയെ അറിയാവുന്ന ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ അവർ പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് വളരെ പാവപ്പെട്ട ഒരു പയ്യനാണ് അവൻ. നന്നായിട്ട് പഠിക്കുന്ന, അവന്റെ ടീച്ചർമാരും പറയുന്നുണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനാണ് അവൻ. നമ്മുടെ ടീച്ചർമാരും നമ്മുടെ കൂട്ടുകാരും പറയുന്നത് നമുക്ക് ആദ്യമേ കേൾക്കാം, അത് കഴിഞ്ഞിട്ട് നാട്ടുകാരിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ അതൊക്കെ പോട്ടെ, ഞാൻ അതല്ല ഇവിടെ പറയാൻ വന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ ടീച്ചർ പറയുന്നത്? ടീച്ചർ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ടീച്ചർ അത് പറയുന്നുണ്ടായിരുന്നു. ടീച്ചർ വീട്ടിൽ പോയപ്പം ടീച്ചറിന് അറിയാൻ സാധിച്ചത് ആ കുട്ടി ഷഹബാസ് അവൻ വീട്ടിൽ നിന്ന് ചായക്ക് കടി മേടിക്കാൻ, പഴംപൊരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും മേടിക്കാനൊന്ന് പുറത്തേക്ക് പോയതാ പാവം പയ്യൻ. ഒന്ന് ആലോചിച്ചേ, അവന് അവന്റെ താഴെ 3 പേരുണ്ട്, കൊച്ചു കുട്ടികള്. അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാൻ, ചെറുതായിട്ട് എന്തെങ്കിലും 4 മണിക്ക് ചായ കൂടെ കഴിക്കാൻ മേടിക്കാൻ പോയ പയ്യനാ. കൂടെ വന്ന് കൂട്ടുകാരൻ വിളിച്ചോണ്ട് പോയി. അവസാനം തിരിച്ച് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കിടക്കുന്നു. ഒന്ന് ആലോചിച്ചേ നിങ്ങള്. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ കൂട്ടുകാരെ, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു പയ്യനുണ്ട്, ഒരു 10, 18 അല്ലെങ്കിൽ 17, 16 വയസ്സുള്ള ഒരു പയ്യനുണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാരെ വേണം നമ്മൾ ആദ്യമേ. അവനെയും നമ്മൾ ഒരു കണ്ണിലൂടെ നോക്കണം, എപ്പോഴും ഒന്ന് ഒബ്സർവ് ചെയ്യണം. മറ്റേ കണ്ണ് അവന്റെ കൂട്ടുകാർക്ക് കൊടുക്കണം. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കാനായിട്ട് ഒരു കണ്ണുമില്ല. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താ പറയണ്ടേ? അതുപോലെ തന്നെ ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്, വടി എടുക്കുക തന്നെ വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും വടി എടുക്കരുത്. ഇവിടുത്തെ ടീച്ചർമാർക്ക് കുട്ടികളെ തല്ലാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല. ടീച്ചർമാർ തല്ലി തന്നെ വളർത്തണം, വീട്ടുകാർ തല്ലി തന്നെ വളർത്തണം. അതേപോലെ ടീച്ചറും കൊടുക്കണം. ടീച്ചർമാരും തെറ്റ് കണ്ടാൽ കുട്ടികളെ ശിക്ഷിക്കാൻ ഏതൊരു ടീച്ചറിനും അധികാരമുണ്ട്. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. ആ ലിമിറ്റ് എവിടെയാണെന്ന് ഈ ഒരു നമ്മുടെ ജെ ടീച്ചർ പറയുന്നുണ്ട്. നിങ്ങൾ ബാക്കി കേൾക്കൂ. DPP വേണ്ടേ എന്ന് പറഞ്ഞതാ. ഞാൻ ജസ്റ്റിസ് കൃഷ്ണയുടെ കൂടെ നടന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിന് എത്രയോ പ്രാവശ്യം ഞാൻ പോയതാ. ഈ കള്ളും കഞ്ചാവും സ്കൂളിൽ വന്നത് എങ്ങനെ? ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഡോക്ടറെ ഇതൊന്നും ചിലവായിട്ടില്ല ഇവിടെ ഈ നാട്ടിൽ. ഞാൻ ഈ കേരളത്തിലുള്ള നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടിയാണ് മറുപടി പറയുന്നത്. എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരു 10,000-ങ്ങളുണ്ട്. 10,000-ങ്ങളൊന്നും അല്ല, എല്ലാ ചാനലുകാരും എന്നോട് പറഞ്ഞു 10,000-ങ്ങളൊന്നും അല്ല. അപ്പോഴും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് നല്ലപോലെ ചിന്തിച്ചോ നിങ്ങളൊക്കെ. നിങ്ങൾ ഈ കമ്മിറ്റിയും കൗൺസിലിങ്ങും ഒരുപാട് ബിസിനസ്സുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ ബിസിനസ് കൊണ്ടൊന്നും കുട്ടികളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. 1-2 കുട്ടികളെ നശിക്കുന്നുള്ളതായിരിക്കും 100 പേരുണ്ടെങ്കിൽ. പക്ഷേ എങ്ങനെ ഈ 1-2 കുട്ടികൾ പോന്നു? നശിക്കുന്ന കുട്ടികളെയല്ലേ നന്നാക്കാൻ നോക്കണ്ടേ? പിന്നെ ഒരു കാര്യം, അധ്യാപകർക്ക് ശരിയായുള്ള അധ്യാപകരെ വേണം നിയമിക്കാൻ. അല്ലാതെ 50 ലക്ഷവും 75 ലക്ഷവും രൂപയൊക്കെ കൊടുത്ത് അധ്യാപകരെ നിയമിച്ചാൽ ആ അധ്യാപകർ കുട്ടികളെ സ്നേഹിക്കുകയല്ല, അവരുടെ വീടിനെയാണ് സ്നേഹിക്കുന്നത്.
അവിടെ ന്യൂക്ലിയർ ഫാമിലിയുടെ നോക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ ഭരണകർത്താക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സ്വന്തം വീടിനെ അല്ലാതെ ഭരണകർത്താക്കൾ ഒറ്റ ഒരെണ്ണം നാടിനു വേണ്ടി നന്മ ചെയ്യുന്നവർ ചുരുക്കമേ ഉള്ളൂ. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് അല്ലേ? എന്തെങ്കിലും ഒരു തെറ്റ് പറയാനുണ്ടോ അതിനകത്ത്? ഇവിടുത്തെ എന്താണ് ഈ അധികാരികളെ പറ്റി ടീച്ചർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? സ്വന്തം വീട്ടിലെ കാര്യങ്ങളല്ലേ അവന്മാര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടല്ലോ നമുക്കൊരു പ്രിയപ്പെട്ട മുഖ്യൻ, എവിടെ എവിടെ അദ്ദേഹം? സ്വന്തം വീട്ടിലിരിപ്പുണ്ട് ഇല്ലേ? മകള് പുറത്ത് വലിയ ബിസിനസ്സുകാരിയൊക്കെയായി. നാട്ടിൽ നിന്ന് കിട്ടുന്നത് വീട്ടിലോട്ടാ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് ആ വിഷയം ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ടീച്ചർ പറയുന്ന കേട്ടോ, അതായത് അടിക്കണം, ടീച്ചർമാർ അടിക്കണം, പക്ഷെ അടിക്കേണ്ട ടീച്ചർമാർ യോഗ്യത ഉള്ളവരായിരിക്കണം. അല്ലാതെ 50, 60, 75 ലക്ഷം ഒക്കെ കൊടുത്ത് കയറുന്ന ടീച്ചർമാർക്ക് അത്രയൊക്കെ സ്നേഹമേ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അവർക്ക് വലിയ സ്നേഹം കാണത്തില്ല അവർക്ക് കുട്ടികളോട്. അവർക്ക് മറ്റേ ഇത്രയും പൈസ കൊടുത്ത് കയറി എങ്ങനെയെങ്കിലും ആ കൊടുത്ത പൈസയൊക്കെ ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കണം. അതിൻ്റെ ഇടയ്ക്കായിരിക്കും പിള്ളേർ സംശയം ചോദിച്ചോണ്ടും അവൻ്റെയൊക്കെ ഓരോ തലവരത്തോടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇഷ്ടപ്പെടുവോ? ഇല്ല, അടിച്ചങ്ങോട്ട് പൊട്ടിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ടീച്ചർമാർ ഇവിടെ വേണ്ട. അങ്ങനെയുള്ള ടീച്ചർമാർക്ക് ഇവിടെ അടിക്കാൻ യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല. അവർക്ക് അധികാരം കൊടുക്കുകയും ചെയ്യരുത്. കാരണം അവർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ ചിലപ്പം കൂടുതൽ ഇപ്പം കൂട്ടുകാരനെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് തല്ലിക്കൊന്നിരിക്കുന്ന ഒരുത്തനെ. ഇതിപ്പം ടീച്ചർമാർ ചിലപ്പം തല്ലിക്കൊന്നൊക്കെ നമ്മൾ കേൾക്കേണ്ട വരും. അല്ല, അങ്ങനെയുള്ള പരിപാടികളിലോ പലതും നടന്നിട്ടുണ്ടല്ലോ. ഭയങ്കര ബ്രൂട്ടലായിട്ട് കുട്ടികളെ തല്ലുക, അതൊക്കെ ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ഒരധികാരവും ഒരു ഒരു തല്ലാൻ ഒരു അവകാശവും ഇല്ലാത്ത ടീച്ചേഴ്സ്. കാശ് കൊടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊടുത്തത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ടീച്ചേഴ്സ് മാത്രം. അവർക്ക് കൂടുതൽ മറ്റേ സ്നേഹമോ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നും കാണത്തില്ല. അപ്പൊ ഇവന്മാര് ഓരോ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും, വെച്ച് കീറും, ഒന്നും തലയുമല ഒന്നും നോക്കത്തൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് തല്ലാനായിട്ട് ഒരവകാശവും ഇവിടുത്തെ സർക്കാർ കൊടുക്കാൻ പാടില്ല. അത് ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അവർ തല്ലാൻ അവർക്ക് അധികാരമില്ല. പക്ഷെ അവകാശപ്പെടുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അധികാരവും അവകാശവും ഉള്ള ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. കഷ്ടപ്പെട്ട് ആ ജോലിയെ സ്നേഹിച്ച് കുട്ടികളെ സ്നേഹിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് അധികാരം കൊടുക്കണം അടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അവരടിച്ചാൽ കുട്ടികൾ നന്നാവും. അതുപോലുള്ള മാതാപിതാക്കൾ കുട്ടികളെ മറ്റേ ക്രിമിനൽ മൈൻഡോടുകൂടി തല്ലാൻ നിൽക്കുന്ന മാതാപിതാക്കൾ തല്ലിക്കഴിഞ്ഞാൽ കുട്ടികൾ ചീത്തയാവത്തേ ഉള്ളൂ. മക്കളെ സ്നേഹിച്ചുകൊണ്ട് തല്ലാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ നന്നാവും. നമുക്ക് ബാക്കിയും കൂടെ കാണാം. മീഡിയ വണ്ണിൽ തന്നെയല്ല, ഞാൻ പറയുന്നതിന് എനിക്ക് 100% സപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, സ്നേഹമെന്ന് പറഞ്ഞ ഈ ലോകത്തിൽ ഇല്ലാതായി. അപ്പം എനിക്കിത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ട് ഞാൻ ഈ TV കാണുന്ന മുഴുവൻ കൊലയും കൊലപാതകവും മയക്കുമരുന്ന് യൂസിങ്ങും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഓടി വന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ തന്നെ വന്ന് പറയാൻ ഓടി വന്നത്. അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മഹാമോശമാണെന്നാണ് ഞാൻ പറയുന്നത്. അല്ല ശ്രീമതി ജയ, അത് ഒരു തലമുറയുടെ മാത്രം കുഴപ്പമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മുന്നിലുള്ള തലമുറകളൊക്കെ ഇതിനേക്കാൾ മെച്ചമായിരുന്നു, ഈ തലമുറ മാത്രം എന്തോ പ്രത്യേക കുഴപ്പത്തിൽ വീണുപോയിരിക്കുന്നു എന്ന അഭിപ്രായമുണ്ടോ? തീർച്ചയായും. അവർക്ക് ഫ്രീഡം കൂടിപ്പോയി, അവർക്ക് സൗകര്യങ്ങൾ കൂടിപ്പോയി. അതുകൊണ്ട് ആരെയും ഭയക്കണ്ട. അപ്പോൾ എന്തു വന്നാലും ഒരു കോടതിയും ഒരു വിധിയും പറയത്തില്ല, ഇവരെ ശിക്ഷിക്കൂല എന്നുള്ളത് 101% ഇവർക്കെല്ലാം ഉറപ്പായി കഴിഞ്ഞു. ടീച്ചേഴ്സും ശിക്ഷിക്കത്തില്ല, വീട്ടിൽ സത്യമല്ല ടീച്ചർ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ പയ്യനെ ഇല്ലാതാക്കിയവന്മാരാണെങ്കിലും അവന്മാരുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അവന്മാർ പറയുന്നത് എന്താ? അവന്മാരെ ഒന്നും ചെയ്യത്തില്ല, എന്തിന് പേടിക്കണം? ഇവിടുത്തെ നിയമം നമ്മളെ ഒന്നും ചെയ്യത്തില്ല, നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ചെയ്തത്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 18 വയസ്സ് കഴിയാത്ത പിള്ളേരാണ്, കൂടി വന്നാൽ കുറച്ച് ദിവസം അകത്തിടും, പിന്നെ കേസൊക്കെ തള്ളിപ്പോവും. ഇതൊക്കെ ഇവിടുത്തെ പിള്ളേർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടുത്തെ നിയമത്തിൽ മാറ്റങ്ങൾ വരണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് ഇനിയും ചെയ്യേണ്ടത്. അല്ലാതെ ഇനിയും അടുത്ത ആൾ വരുമ്പോൾ, ഇനി അടുത്ത ഷഹബാസ് വരുമ്പോൾ പിന്നെ നമ്മളെല്ലാവരും കരഞ്ഞു കൂവി നമ്മൾ മറ്റേ കയ്യും അടിച്ച് അങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ും ശിക്ഷിക്കത്തില്ല. അപ്പോൾ പിന്നെ എന്തുമാകാം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവനും. അപ്പം അതിനകത്ത് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ JJ ആക്ട് പോലുള്ള ബാലാവകാശ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുക, കുട്ടികളെ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് വടിയെടുക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം പുനഃസൃഷ്ടിക്കണം എന്നാണോ പറയുന്നത്? തീർച്ചയായും. എൻ്റെ ഈ എല്ലാ ആക്റ്റും എൻ്റെ ഉണ്ടായിരുന്നു. ഞാനിത് ജുവനൈൽ ഹോമിൽ നിന്നെല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് കുട്ടികളെ പറ്റി നന്നായിട്ടറിയാം. അത് കഴിഞ്ഞിട്ടും ഇപ്പം ഞാൻ
30 വർഷമായി ഇവിടെ കോഴിക്കോട് എത്തിയിട്ട്. ഈ ജുവനൽ ഹോമിൻ്റെ സമീപം തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും എനിക്കറിയാം അവിടുന്ന് വിവാഹം കഴിപ്പിച്ച് വിട്ട പെൺകുട്ടികളുടെ സ്ഥിതിയും അവിടുന്ന് പോയിട്ടുള്ള ആൺകുട്ടികളുടെ സ്ഥിതിയും ഒക്കെ എനിക്ക് ഇപ്പോഴും അറിയാം. ഞാൻ ശരിക്കും ഗവേഷണം നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതേപ്പറ്റി പറയാൻ 101% എനിക്ക് വ്യക്തമായിട്ട് മറുപടിയുണ്ട്. അല്ല ശ്രീമതി ജയ, തല്ലിയത് കൊണ്ട് ആളുകൾ നന്നാകുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ഒന്നുകിൽ ശാസ്ത്രീയമായത് അല്ലെങ്കിൽ അനുഭവത്തിന്റെ. അങ്ങനെ തല്ലിയാൽ നന്നാക്കാൻ കഴിയുമെന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? തല്ലിയാൽ നന്നാകാൻ കഴിയുമെന്ന് പറയുന്ന റീസൺ എന്നാന്ന് വെച്ചാൽ കഞ്ചാവ് അടിച്ചും കള്ള് അടിച്ചും മാനസിക രോഗികളുമല്ല തല്ലുന്നത്. നല്ല സ്നേഹപൂർവ്വമാണ് ടീച്ചേഴ്സ് തല്ലുന്നത്. അവർ മാതാപിതാക്കളെ പോലെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ടാണ് തല്ലുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഏതോ ഒരു ടീച്ചറിന് മാനസിക രോഗം ഉണ്ടായിരുന്നു, അവർ കൊച്ചിനെ അടിച്ച് പൊട്ടിച്ച് കുളമാക്കിയതുപോലെ ഒരു ടീച്ചർ, ഞാൻ എൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ വടി ഉപയോഗിക്കരുതെന്ന നിയമം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ചുട്ടു പഴുപ്പിച്ച ചൂരവടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ചൂരവടി ഞാൻ ഇറങ്ങാൻ നേരം ഞങ്ങളുടെ HM വാങ്ങിച്ചെടുത്തു. പക്ഷേ ആ വടി കയ്യിലിരിക്കത്തേ ഉള്ളൂ. ജയ ടീച്ചർ വരുന്നു എന്നറിഞ്ഞാൽ ഉടനെ കുട്ടികൾ ക്ലാസ്സിൽ കയറി. എന്നെന്ന് വെച്ചാൽ ജീവനുമായിരുന്നു. ഒരു കുട്ടി പോലും എന്നെ മറക്കത്തുമില്ല. ഞാൻ എൻ്റെ വടി അധികം യൂസ് ചെയ്തിട്ടുമില്ല. ബീന ജോസഫ് എന്ന് പറയുന്ന ഒരു ടീച്ചർ എനിക്കുണ്ടായിരുന്നു. ഞാൻ 10th വരെ CBSE-യിലാണ് പഠിച്ചത്. അവിടെ ബീന ജോസഫ് എന്ന് പറയുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് ടീച്ചറിനെ ഇഷ്ടമേ അല്ലായിരുന്നു. ടീച്ചർ ചിലപ്പോൾ ഇത് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, മാത്സ് പഠിപ്പിക്കുന്നത്. എനിക്ക് ടീച്ചറിനെ ഇഷ്ടമേ അല്ലായിരുന്നു. കാരണം ടീച്ചർ വരുമ്പോൾ ടീച്ചറിന്റെ കയ്യിൽ ഒരു ചൂരൽ കാണും. അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ കാലിൽ നിന്നൊക്കെ ചോര വന്നിട്ടുണ്ട്, അറിയോ. പക്ഷെ ഇന്നും ആ ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അന്ന് തോന്നിയിട്ടുണ്ട്, ദേഷ്യം തോന്നിയിട്ടുണ്ട്, ദൈവമേ ഇവര് വരാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ടീച്ചർ ഒരു ദിവസം വന്നില്ലെങ്കിൽ സന്തോഷമാണ്, മനസ്സിലായില്ലേ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, മനസ്സിൽ പോലും ചിലപ്പോൾ അവരെ തെറി പോലും പറഞ്ഞിട്ടുണ്ടോന്നാ എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊന്നും ചെയ്ത് കാണത്തില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അതാണോ ചെയ്യുന്നത്? ഇന്ന് അടിക്കുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ടീച്ചറിന് പിന്നെ ചിലപ്പോൾ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ആ ടീച്ചറിന്റെ അതേകണക്കത്തെ പരിപാടിയാണ് ഇന്നത്തെ ഈ 2K ഫുണ്ടകൾ എന്ന് പറയുന്ന കുറെ എണ്ണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ. റോട്ടിലിട്ട് തല്ലിയ ടീച്ചറിനെ, ഇങ്ങനെയുള്ള പലതും നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി, ഓരോ റീൽസ് വരുന്നത്. ടീച്ചർമാരെ ഉപദ്രവിക്കുന്ന കുട്ടികൾ ഇന്ന് തിരിഞ്ഞു, മനസ്സിലായി. ഇന്ന് തിരിഞ്ഞു. ടീച്ചർമാരല്ല കുട്ടികളെ ഉപദ്രവിക്കുന്നത്, കുട്ടികളാണ് ടീച്ചർമാരെ ഉപദ്രവിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയട്ടെ, എന്നെയൊക്കെ ആ ടീച്ചർ തല്ലുകൊണ്ട് ഞാനൊന്നും ഒരിക്കലും നശിച്ചു പോയിട്ടില്ല. ഓക്കെ, നശിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഒന്നും നമുക്കൊന്നും വന്നിട്ടില്ല. ഇന്നും ടീച്ചർമാരൊക്കെ എനിക്ക് തോന്നുന്നൊരു 2 ആഴ്ച മുമ്പ് ഞാൻ +2 പഠിച്ച സ്കൂളിൽ ചെന്നു. ഇന്നും ടീച്ചർമാർക്ക് കണ്ട പേരെടുത്ത് നമ്മളെ വിളിക്കും, അറിയോ. ഇത്രയും വർഷം കഴിഞ്ഞു, എന്നിട്ടും ചെന്ന് കഴിയുമ്പോൾ നമ്മളെ അറിയാം. നമ്മുടെ പേര് പോലും മറന്നിട്ടില്ല. എന്ന് വെച്ചിട്ട് ഞാൻ അത്ര വലിയ പഠിപ്പിസ്റ്റോ അല്ലായിരുന്നു. ഞാൻ പഠിക്കത്തേ ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെയുള്ള എന്നെയൊക്കെ ഓർമ്മയുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. എനിക്കിതിപ്പോ പറയാൻ കറക്റ്റായിട്ട് ഒരു ഇത് കിട്ടിയതാണ്, ചാൻസ് കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. ഒരു 2 ആഴ്ച മുമ്പാണ് എൻ്റെ ഒരു ടീച്ചറിന്റെ ഒരു ടീച്ചർ പിരിഞ്ഞു പോകുന്നതിന്റെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. അതിനും 2 ദിവസം മുമ്പ് ഡേറ്റ് മാറിപ്പോയി. അങ്ങനെയാണ് പണ്ട് തൊട്ടേ എനിക്ക് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റുകടേ. അപ്പം മറവി. ഇപ്പൊ എന്തായാലും 2 ദിവസം മുന്നേ എൻ്റെ 2 കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് ചെന്നപ്പം ടീച്ചറൊക്കെ കണ്ടപ്പോൾ ടീച്ചറിനൊക്കെ പേര് എടുത്ത് വിളിക്കാൻ അറിയാം, മറന്നിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അതിശയിച്ചു, ഇത്രയായിട്ടും ടീച്ചർ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. എന്നാൽ അത്ര വലിയ പഠിപ്പിച്ചിട്ടല്ല ഞാൻ, ഒരു മാങ്ങയും ചെയ്തിട്ടില്ല ഞാനൊക്കെ. പക്ഷെ ആ സ്നേഹം ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ ടീച്ചർ പറയുന്നതാണ് കൊണ്ട് ചില ടീച്ചർമാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ കാശൊക്കെ കൊടുത്തവരും അതിന്റെ പുറത്തുള്ള ഒരു മൈൻഡിൽ ഇരിക്കുന്നവരും ഇല്ലാതെ കറക്റ്റ് ലിറ്ററലി പറഞ്ഞാൽ ഭ്രാന്തന്മാരായിട്ടുള്ള ചില അധ്യാപകരും കാണും. വെറുതെ കുട്ടികളെ ഒരു കാരണവും ഇല്ലാതെ തല്ലുകയും ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവരെ ആക്കരുത്, ടീച്ചർമാരാക്കരുത്. പിടിച്ച് എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ഭാഗത്തുനിന്ന് കാണുമ്പോഴേ അവരെ എടുത്തങ്ങ് തട്ടിയേക്കണം. സസ്പെൻഷൻ ഒന്നുമല്ല, പിന്നെ പഠിപ്പിക്കണ്ട അവര്. ആ ഒരു നിയമം കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർ നല്ല ക്വാളിറ്റി ഉള്ള, കുട്ടികളെ സ്നേഹിക്കുന്ന, തല്ല് സ്നേഹിക്കുന്ന, അങ്ങനെ തന്നെ പറയണം. ചെറിയ രീതിയിൽ തല്ല് കൊടുത്താലും അതിനകത്തൊരു സ്നേഹം ഉണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടീച്ചർമാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇന്ന് വലുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയ്ക്കത്തെ ഇതുപോലത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് അത് നിൽക്കും. അത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മമാരൊക്കെ വിചാരിക്കണം, നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അതേപോലെ തന്നെ ടീച്ചർമാര് 2 ആസ്പെക്ട്സ് ആണ്, ഒന്ന് വീട്ടില് പിന്നെ സ്കൂളില്. ഇത് രണ്ടും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ നന്നായിട്ട് തന്നെ വളരും. അവരുടെ ഭാഗത്ത് ഇപ്പൊ ഈ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം, ഈ കള്ളും കഞ്ചാവും നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും എല്ലാം നിന്നോളും, മനസ്സിലായില്ലേ. പക്ഷെ അങ്ങനെയുള്ള നല്ല ടീച്ചർമാരും വേണം, പാരന്റ്സും കുട്ടികളെ അതുപോലെ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്രിമിനൽ ആക്ടിവിറ്റി കുറയും. ഇല്ലെങ്കിൽ
ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ വളർന്നു വരുന്നതിനകത്ത് കാണും ഇതുപോലെ ഓരോ പരിപാടി, സ്വന്തം കൂട്ടുകാരനെയും സ്വന്തം പെങ്ങളെയും അമ്മയും അച്ഛനെയും ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ കുറെ എണ്ണം വളർന്നു വരും. അത് നമ്മുടെ നാടിനും വീട്ടിൽ എന്താണെങ്കിലും വീട്ടുകാർക്ക് കേടാണ്, കൂടാതെ നാട്ടുകാർക്കും കേടായി മാറും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷെ ഞാനതങ്ങ് മറന്നുപോയി. ഓർത്തപ്പത്തേക്ക് എന്നാ പിന്നെ അതും കൂടെ അങ്ങ് ആഡ് ചെയ്തേക്കാൻ വിചാരിച്ചു. സംഗതി വേറൊന്നുമല്ല, ഞാനൊരു ചാനൽ വഴി അറിഞ്ഞതാണ്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ കഴിഞ്ഞ ദിവസം ഷഹബാസിന്റെ ഖബറടം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു വാർത്ത ഞാൻ കേട്ടു. സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. ജസ്റ്റ് ഒരു ചാനൽ വഴി നമ്മൾ അറിഞ്ഞതാണ്. കറക്റ്റ് ആണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ മമ്മൂക്ക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലൊരു പയ്യൻ ഇത്രയും ക്രൂരമായിട്ട്, അത് 10ൽ പഠിക്കുന്ന ഒരു പയ്യൻ മരിച്ചപ്പോൾ അവന്റെ ഖബറടം സന്ദർശിക്കുക, പിന്നെന്താ ദുആ ചൊല്ലി എന്നൊക്കെ പറയുന്നത് കേട്ടോ. എനിക്ക് വലുതായിട്ട് അറിയില്ല എന്താ ഈ ദുആ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നവർ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ എന്താണെങ്കിലും അങ്ങനെയൊക്കെ മമ്മൂക്ക ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു. എനിക്കത് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇറ്റ് ടച്ചസ് മൈ ഹാർട്ട്. കാരണം വളരെ നല്ലൊരു കാര്യമല്ലേ അത്. എല്ലാവരും ചെയ്യുമോ? എല്ലാ നടന്മാരും ചെയ്യുമോ? അത് എനിക്കറിയില്ല. എന്താണെങ്കിലും മമ്മൂക്ക ചെയ്തതിനോട് എനിക്ക് വളരെ എൻ്റെ ഒരു സ്നേഹം ഞാൻ അറിയിക്കുന്നു. നല്ലൊരു കാര്യമാണ് പുള്ളിയ ചെയ്തത്. നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് പുള്ളിയ ചെയ്തത് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും നല്ലൊരു കാര്യം.